അത് ബ്രോ. എന്താടോ താൻ പറഞ്ഞു, എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇഷ്ടമല്ലാന്ന് പറഞ്ഞാലോ? അത് തൻ്റെ ഇഷ്ടമല്ലേ? അല്ല, ഞാനങ്ങനെ പറഞ്ഞാൽ ഫീലാവില്ല ബ്രോയ്ക്ക്? ഫീലൊക്കെ ആവും, പക്ഷേ ഞാൻ ഒരിക്കലും തന്നെ ഫോഴ്സ് ചെയ്യില്ല. ഓക്കെ. ഓക്കെ ഒക്കെ ഇവിടെ ഇരിക്കട്ടെ. താൻ പറ എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന്. ബ്രോ, അതൊന്നും ശരിയാവില്ല. ഇനി എൻ്റെ പുറകെ നടക്കണ്ട. ശരി, ഇനി ഞാൻ പുറകെ നടക്കില്ല. പക്ഷേ തൻ്റെ കൂടെ നടക്കാനുള്ള പെർമിഷൻ എനിക്ക് തന്നൂടെ? തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പിന്നെന്തിനാ മറച്ചു വയ്ക്കുന്നത്? ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ അഞ്ജു? ഞാൻ എന്താ ചെയ്യണ്ടേ? വിട്ട് കളയാനും തോന്നുന്നില്ലല്ലോ ഈശ്വര. ദൈവമേ, ഞാൻ അയച്ചത് ബാംഗ്ലൂർ ഡേയ്സിലെ ഡയലോഗെന്ന് ഒക്കെ മനസ്സിലായി കാണുമെന്തോ. ബ്രോ എന്തെങ്ങനെ? ബ്രോയ്ക്ക് എന്നേക്കാൾ നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടും, പിന്നെന്താ? ഭാഗ്യം അവൾക്ക് മനസ്സിലായില്ല. ഇനി മനസ്സിലായിട്ടും എന്നെ ആക്കിയതാണോ? അങ്ങനെയാവാൻ വഴിയില്ല. എന്നാലും എനിക്ക് ആ ഡയലോഗ് ഇഷ്ടപ്പെട്ടു. ഇതുവരെ കേൾക്കാത്ത ഡയലോഗ് അത്. കൊള്ളാം, ഇംപ്രസീവ്. അതൊക്കെ എനിക്ക് കിട്ടും, ബട്ട് അത് താനാവില്ലല്ലോ. എനിക്ക് തന്നെ വേണ്ടേ. അഞ്ജു ഒന്ന് പറയാടോ പ്ലീസ്. പറയാം, ഇപ്പഴല്ല. പിന്നെപ്പോഴാ? ബ്രോ എൻ്റെ സ്കൂളിലത്തെ ആനുവൽ ഡേക്ക് വരുവാണെങ്കിൽ അപ്പം ഞാൻ പറയാം. പിന്നെന്താ, വരാലോ. എന്നാ പരിപാടി? അതെനിക്കറിയില്ല ബ്രോ, എന്തായാലും ഉണ്ടാവും. നന്നായി. ഏത് മാസമാണെന്നെങ്കിലും അറിയോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഈ മന്ത് ലാസ്റ്റ് ഉണ്ടാവുന്ന മിസ് പറഞ്ഞ്. അപ്പൊ അതും ഉറപ്പില്ല. കൂടായിട്ടിരിക്കോ? ഉണ്ടാവുന്നേ, ഉണ്ടാവാതിരിക്കില്ല. ഉണ്ടാവണല്ലോ. കർത്താവേ, ഇനി ഉണ്ടാവാതിരിക്കോ? ഉണ്ടായാ മതി. വിശ്വാസം അതല്ലേ എല്ലാം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ മകളെ. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സമയം ഇപ്പൊ 7 മണിയോ? പക്ഷേ കുറച്ചും കൂടി നേരത്തെ എണീക്കായിരുന്നു. അല്ലട വിശ്വ, ഇന്ന് ശനിയാഴ്ച തന്നെയാണല്ലോ അല്ലേ? ഇന്ന് ചിലപ്പോ കാക്ക മലന്ന് പറക്കും. സ്കൂളുള്ളപ്പോ നേരത്തെ എണീക്കാത്ത പെണ്ണാ. നീ എന്താ പറയണേ? അപ്പൊ ഫോണിൽ പണിയാൻ പറ്റില്ലല്ലോ. ഫോണിൽ പണിയാൻ വേണ്ടി അലാറം വെച്ച് എണീച്ച് വന്നേക്കണിയ. അമ്മ കാണാതെ ഫോൺ എടുക്കുന്നത് റിസ്ക് ആണ്, എന്നാലും എടുത്തേ പറ്റൂ. ഇനി അമ്മ എങ്ങും കണ്ട അതിനെ ചീത്ത പറയും, പിന്നെ എൻ്റെ രാവിലത്തെ മൂഡ് പോവും. വെറുതെ എന്തിനാ ഞാനായിട്ട് അമ്മയുടെ ഒരു നല്ല ശനിയാഴ്ച കൊളാക്കുന്നേ? അതുകൊണ്ട് അമ്മ കാണാതെ ഫോൺ എടുത്ത് പണിയാം. എൻ്റെ ഒരു നിഗമനം വെച്ച് അമ്മ അടുക്കളയിലായിരിക്കും, ആൻറ്റിയും അച്ഛനും ഹോളിലിരിപ്പുണ്ട്. ആ കുരിപ്പാണെങ്കിൽ എണീറ്റിട്ടില്ല. സോ ഇതെന്നെ പറ്റിയ അവസരം. എന്നെ കൊണ്ട് വയ്യ, എൻ്റെ ഒരു ബുദ്ധിയെ. ഞാൻ എവിടെയെങ്കിലും നിൽക്കണ്ടവിടെയല്ല, എന്നെ കൊണ്ട് വയ്യ. നമുക്ക് IPS സമയം യോഗമല്ല. എന്താടി, ഫോൺ കിട്ടിയില്ലായിരിക്കൂലേ? അതിന്റെ ഫോൺ എടുക്കാൻ പോയതല്ലോ. ഞാൻ ബ്രഷ് എടുക്കാൻ പോയതല്ലേ. എന്നാ പിന്നെ പല്ല് വെച്ചിട്ട് ചായ കുടിച്ചിട്ട് ഫോണിൽ പണിയേ. അതെ, ഇനിയിപ്പോൾ പണിതുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, ആരും ഇവിടെ പരാതി പറയില്ല. ഇനി വെറുതെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടുക്കളയായിട്ട് പോലെ ഇഷ്ടം പോലെ പണിയുണ്ട്, ഏതാന്ന് വെച്ച് ചെയ്തോ. വാട്ട്? എന്ത്? ഞാൻ പണിയെടുക്കാനോ? സോറി ഡി, പണിയല്ല, വർക്ക്. പോരെ? അതിന് ഞാൻ നിങ്ങളെപ്പോലെ അല്ലല്ലോ. അതെന്താടി അഞ്ജു, നിനക്ക് കൊമ്പുണ്ടോ? അതല്ല, എനിക്ക് ഒരു കൈയല്ലേ ഉള്ളൂ. നിനക്ക് 2 കൈ ഉണ്ടല്ലോ. ഒരു കൈക്ക് ഒരു പ്രശ്നം ഉണ്ടെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് പണി ചെയ്യണേന് ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോഴും ഓർത്ത് എന്തൊരു നോട്ടാ കംപ്ലീറ്റ് ആക്കാൻ കിടക്കണേന്നറിയോ? എഴുതണം. അല്ല, അപ്പൊ നീ പല്ലേക്കാൻ പോകുന്നു പറഞ്ഞിട്ട്? പല്ല് തേച്ചിട്ട് എഴുതാലോ. അല്ലെങ്കിലും പണിയെടുക്കാൻ പറയുമ്പോൾ ചിലവർക്ക് നോട്ട് എഴുതലൊക്കെ കൂടുതലാ. ഇന്നലെ ഞാൻ ആ ചെറുതിനോട് ആ ലാമ്പൊന്ന് എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോഴേ അവള് പറയാ അവൾക്ക് നോട്ട് എഴുതാണ്ടെന്ന് പോലും. നീ ചിരിക്കണ്ട, നിന്നെ കണ്ട ഓരോന്ന് പഠിക്കണേ. നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലേ നമ്മളെ നോക്കി പഠിക്കാൻ.
ഇപ്പം എന്തായാലും അവൾ എണീച്ചിട്ടുണ്ടാവും. മെസ്സേജ് വന്നിട്ടുണ്ടാവോ? വന്നിട്ടുണ്ടല്ലോ. മോർണിംഗ്. എന്തിനാണോ നേരത്തെ എണീറ്റ്? ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ. ഓ, പഠിപ്പുകളൊക്കെ നേരത്തെ എണീക്കും, ഞാൻ മറന്നുപോയി. ആര്? ഞാൻ പഠിപ്പിയോ? നല്ല ബെസ്റ്റ് ആയിട്ടുണ്ട്. എന്നാലും പഠിപ്പുകളാരും സമ്മതിച്ചു തരാറില്ല. ഒന്ന് പൊക്കോട്ടെ അവിടെ നിന്ന്. ഞാൻ പഠിക്കാൻ വേണ്ടി എണീറ്റൊന്നുമല്ല. അമ്മയ്ക്കിന്ന് വർക്കിണ്ടായ. അപ്പോൾ അമ്മ പോയി കഴിഞ്ഞാൽ ഫോൺ കിട്ടില്ല, അതുകൊണ്ട് നേരത്തെ എണീച്ചു. ഓക്കെ ഓക്കെ, എൻ്റെ കാര്യത്തിന് മാറ്റമൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, വെറുതെ ചോദിച്ചെന്നുള്ളൂ. വെറുതെ ചോദിച്ചാണെങ്കിലും അല്ലാതെ ചോദിച്ചാണെങ്കിലും അതിന് യാതൊരു മാറ്റമല്ല. എന്നാലേ തിങ്കളാഴ്ച പോകുമ്പോഴേ തൻ്റെ മിസ്സിനോട് ആ ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്യാൻ പറയണേ. പിന്നെ ഞാൻ പറഞ്ഞ മിസ് ഇപ്പം കേൾക്കും. താൻ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഒരു സമരം അങ്ങ് നടത്തുന്നേ. എൻ്റെ പവർ കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി പവർ കാണിച്ച് കഴിയുമ്പോൾ TC അടിച്ച് കൈ തരും. ശരിടാ ഡാർക്ക്. ശരി, എന്നാ ഞാൻ പോവാ. അമ്മയ്ക്ക് പോകാൻ ടൈമായി. ഓക്കെ ബൈ. ഞാൻ പോവാന്ന് പറഞ്ഞ് അപ്പം പൊക്കോളാൻ പറയും. ചുമ്മാ പറഞ്ഞൂടെ പോണ്ടാന്ന്? എന്താ ഫോണില്ലേ? എന്തിനാണാവോ എന്നെ പറഞ്ഞു വിട്ടിട്ട്? ഓ അതോ, തന്നെ പറഞ്ഞു വിട്ടിട്ട് വേണം വേറെ പെങ്കൊച്ചായിട്ട് ചാറ്റ് ചെയ്യാൻ. താൻ പൊക്കോ. ഓഹോ, മനസ്സിലിരിപ്പ് നോക്കിക്കേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. താൻ പോയില്ലേ? താൻ പോയിട്ട് വേണം ആ പെങ്കൊച്ചിന് മെസ്സേജ് അയക്കാൻ. ആ കൊച്ചിൻ്റെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പാവ കൊച്ച്. പാവല്ല, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. പിന്നെ ഞാൻ എന്ത് കുന്തോ? ഞാൻ പാവല്ലേ? അവൾ പാവന്ന് പോലും. ചാറ്റ് ചെയ്തോ, ഞാൻ ആരെയും ശല്യം ചെയ്യാൻ വരുന്നില്ല. ഓക്കെ ബൈ. ഓക്കെ. അയ്യോടാ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ അങ്ങനെ പോകുന്നില്ല കേട്ടോ. ഈശ്വര, എന്ത് ജലസായി പെണ്ണിന്. എന്നെ ഇഷ്ടം സമ്മതിച്ചു തരുമോ? അതുമില്ല, കുശുമ്പി. മിണ്ടാൻ വരൂലോ, അപ്പം ഞാൻ മിണ്ടുന്നുണ്ട്. അഞ്ജു, എന്താ? എന്നോട് പിണക്ക? എനിക്കങ്ങനെ ആരോടും പിണക്കൊന്നുമില്ല. പോട്ടെ വിട്ടുകടാ. തനിക്ക് വഴക്കാണെങ്കിൽ സമാധാനിപ്പിക്കാമെന്ന് ഓർത്തായിരുന്നു. എന്തായാലും തനിക്ക് വഴക്കൊന്നുമില്ലല്ലോ. ശരിയെന്നാ, ഞാൻ ആ കൊച്ചിനോട് ചാറ്റ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ബായ്. പാവ എൻ്റെ കൊച്ച് ഇപ്പോൾ വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞാണോ ആയിരിക്കൂലേ? എനിക്കറിയത്തില്ല, പോയി ചോദിക്കും. ഓക്കെ, എൻ്റെ ഇഷ്ടം പോലെ. എൻ്റെ ദൈവമേ, കുശുമ്പിപ്പാറും. ഇതാരാണോ ഈ നേരത്ത്? ഇതാ വരിക. ഇന്നലെ ഇപ്പോൾ വിളിക്കോട്ടോ എന്നും പറഞ്ഞ് ഫോൺ വെച്ചിട്ട് പോയവന്. അളിയാ, കയറി വാടാ മോനെ, നിന്നൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ. എന്തായാലും സന്തോഷമായി. അല്ല, എന്തിനാടാ? എന്തിനാന്നോ? എന്തിനാന്ന് എൻ്റെ കുഞ്ഞുമോനെ അറിയില്ലായിരിക്കൂലേ? എടാ അനന്ത, ഞാൻ ഒന്ന് പറയട്ടേടാ. വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. എന്നോടൊരു കാര്യം ചോദിച്ചിട്ട് നീ ഇപ്പോൾ വിളിക്കാന്ന് പറഞ്ഞിട്ട് നീ വിളിച്ചോടാ. വിളിച്ചോ? അതൊക്കെ പോട്ടെ. മിസ് കോൾ എടുക്കണം കണ്ടായിരുന്നാ? എടാ പട്ടി, എന്നിട്ട് ഇനി നിനക്ക് തിരിച്ചു വിളിക്കാൻ തോന്നിയോടാ? എടാ, ഞാൻ ഗ്രൗണ്ടിലായിരുന്നൂടാ, അതെടുക്കാത്ത. ഉവ്വ. എടാ, നീ അഞ്ജനേനെ കണ്ടോ? ആടാ, ഞാൻ കണ്ടു. എനിക്ക് ഓക്കെ. അപ്പോൾ അവക്കോടാ? എവിടെന്ന്? അവളൊന്നും പറഞ്ഞില്ല. അതൊക്കെ അവൾ പറയുന്നേ. അവളൊരു പാവം കൊച്ചാടാ. പിന്നെ അവളെ പറ്റിക്കാനാണ് പ്ലാനെങ്കിൽ മോനെ, ഞാൻ സത്യമായിട്ടും നിന്നെ പറ്റിക്കണം. ഇല്ലടാ, പറ്റിക്കാനൊന്നുമല്ല. എടാ ജിത്തു, അവിടെ അച്ഛനെങ്ങനെയാ? പാവാണോ? അത് നീ അവിടെ അച്ഛനെ കേട്ടാ മോനെ? ചളി, ഒന്ന് പറയാടാ. ഇത്രയ്ക്കും തങ്കപ്പെട്ട മനുഷ്യൻ ഈ ഭൂമിയിലില്ല. അത്രയ്ക്ക് പാവാടാ. എന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ടാനെന്താ? ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യുവർ ഫാദർ ഇൻ ലോ വെരി ഡേഞ്ചറസ്. നീ ഒന്ന് പോടാ പറ്റി, പേടിപ്പിക്കാണ്ട്. എടാ സത്യടാ, എനിക്ക് ആ പുള്ളിനെ കണ്ടാൽ തന്നെ പേടിയടാ. നീ കണ്ടിട്ടില്ലല്ലോ ആ ലുക്കൊന്നും. അങ്ങനെയുള്ള വിശ്വേട്ടൻ്റെ മോളെയാ നീ പുറം കിടന്ന് വളയ്ക്കാൻ നോക്കണം. നിനക്കറിയോ എന്ത്? എടാ അഞ്ജന എന്നെ കാണുമ്പോൾ തന്നെ ചേട്ടായെന്നും പറഞ്ഞ് ഓടി വരൂടാ. പക്ഷെ ഞാൻ മിണ്ടാറില്ല, അവളുടെ അച്ഛനെ പേടിച്ചിട്ട്. എടാ പൊട്ട, അതിന് നീ അവിടെ ബന്ധുവല്ലേടാ.
പിന്നെന്തിനാടാ നീ പേടിക്കണേ? എടാ അത് എന്ത് ബന്ധമാണെന്ന് പോലും എനിക്കറിയില്ല. ആ ബെസ്റ്റ്. അതുകൊണ്ട് മോനെ അനന്ത, നീ അവിടെ വീടിൻ്റെ പ്രദേശത്ത് പോലും വരരുത്. ബെസ്റ്റ് ബെല്ലും അടിച്ചു. നീ എപ്പോൾ ചെന്ന് കയറുന്നുണ്ടോ? ആ നീയോ? നീ എന്താടി ലേറ്റ്? എടാ ഞാൻ എണീറ്റപ്പോൾ ലേറ്റ് ആയിടാ. പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ നടന്നു വരണ്ടേ? അത് നിനക്ക് വട്ടായിട്ട്. പോടാ, വട്ട് നിന്റെ കെട്ടി നോക്ക്. എടാ നിനക്ക് പേടിയാവുന്നില്ലേ? ഇനി നമ്മൾ മാത്രമേ ക്ലാസ്സിൽ കയറാത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം എനിക്ക് ആ മിസ്സിനെ ഭയങ്കര പേടിയാ. രാവിലെ എന്നെ ചീത്ത പറയും. അപ്പൊ എന്റെ കാര്യം ആലോചിക്കേ, ഞാൻ എത്ര ലേറ്റ് ആയിട്ട് വന്നെ? അതും ശരിയാ. പിന്നെ നീ അറിഞ്ഞോ, ആനുശ്രീ വീണ്ടും മാറ്റുന്നു. എന്ത് പരിപാടിയാ? മാറ്റണ്ടെന്ന് പറ. സോറി, പെട്ടെന്ന് ഞാൻ ആവേശത്തിന് പറഞ്ഞതാ. ആ കേട്ടപ്പോ എനിക്കും അങ്ങനെ ദേഷ്യം വന്നു. പിന്നെ എന്താ ചെയ്യാ? അതെ. എടി കൈ പിടിക്കണോടി? വേണ്ടടാ, ഞാൻ നടന്നോളാം. എന്നാ ഭാഗ അത് ഞാൻ പിടിച്ചോളാം. ഒന്ന് പോടാ, നിന്റെ ബാഗിൽ എന്നെ വെയിറ്റ് ചെയ്യണം. അതൊന്നും കുഴപ്പമില്ല, എങ്ങത്താ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ടെസ്റ്റ് പേപ്പറിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. 5 വരുന്ന എന്റെ ഏക പ്രതീക്ഷ. ആ പൊട്ടിയാണെ വന്നു എന്നെ പറ്റിച്ചു. അല്ല, ഈ ഭാഗം എവിടെയോ നല്ല കണ്ടുപരിച്ചുണ്ടല്ലോ. ആ ഇത് 5 ഭാഗല്ലേ? എന്റെ കൊച്ചെന്തേടാ? ഓ നിന്റെ കൊച്ചിനൊന്നും ചെയ്തിട്ടില്ല. ഇതേ പന്നുണ്ട്. എന്റെ മുത്തേ നീ വന്നാ? താങ്ക് യുടാ. നീ എന്നാടി VIP ആണ്? ബാഗൊക്കെ കൊണ്ടേക്കാൻ വേറെ ആൾക്കാര് ഒന്ന് പോടി. എന്നാ മേഡം ഒന്ന് ഇരിക്കാവോ? അങ്ങനെയല്ല മിസ് പറഞ്ഞത്. എടാ മോനെ നീ തർക്കിക്കണ്ട, അങ്ങനെ തന്നെയാ മിസ് പറഞ്ഞത്. ചേട്ടാ അല്ലാന്ന്. എടാ അതേടാ, നീ വേണേ അഞ്ജുനോട് ചോദിക്കേ. അഞ്ജു എല്ലാത്തിനോട് വട്ടാണല്ലോ. എന്നെ കൈവിട്ട് പോയി. എന്ത് ഇനിയും മാറ്റൂന്നാ? അങ്ങനെ പറഞ്ഞു കേട്ടെ. ഡേറ്റ് തീരുമാനിച്ചില്ലല്ലോ, തീരുമാനിക്കട്ടെ. തീരുമാനിക്കട്ടെ. സ്കൂളിൽ നിന്ന് വന്നിട്ട് ചായ കുടിച്ചോ? ഇല്ല, കുടിക്കണം. തോന്നി. ചായ കുടിച്ചിട്ട് പഠിക്കാൻ നോക്ക്. ഹലോ അനന്ത, ഇനി നീ അഞ്ജുവിൻ്റെ പുറകെ നടക്കാൻ നിൽക്കണ്ട. ഞാൻ മെസ്സേജ് അയക്കുകയും ചെയ്യും, പുറകെ നടക്കുകയും ചെയ്യും. അത് ചോദിക്കാൻ നീ ആരാടാ? അവിടെ എൻ്റെ. നീ ചുമ്മാ പുറകെ നടന്ന് ടൈം വേസ്റ്റ് ആക്കണ്ട. വിമലെ, ഞാൻ എത്ര നേരം നിന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചത് നീ എൻ്റെ ഫ്രണ്ടായിട്ട് മാത്രം. നീ പറയണ അവളെ കേൾക്കുമെങ്കിൽ എന്നെ ബ്ലോക്ക് ആക്കിക്ക്. അല്ലെങ്കിൽ അവൾ പറയട്ടെ. ഇത് രണ്ടും നടക്കാത്ത പക്ഷം മോനെ വിമനെ, നീ എത്ര തലകുത്തി നിന്ന് പറഞ്ഞാലും ഞാൻ മെസ്സേജ് അയക്കുകയും ചെയ്യും, പുറകെ നടക്കുകയും ചെയ്യും. അവൾ എൻ്റെ പെണ്ണ. നമുക്ക് നോക്കാം. വെച്ചിട്ട് പോടാ. വല്ല പിന്നെ മനുഷ്യനെ ഭ്രാന്താക്കാനായിട്ട്. ഇത് വല്ലതും നീ അറിയണ്ട പെണ്ണെ. നിന്റെ പേരിൽ ഇവിടെ കോമ്പറ്റീഷൻ അടിമോളെ. ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും നിന്നെ ഞാൻ അവന് വിട്ടുകൊടുക്കില്ലടി. ഈ ചേട്ടൻ എന്നെ തിരിച്ച് ഫോളോ ചെയ്തോ? എന്നെ ഫോളോ ചെയ്ത സ്ഥിതിക്ക് ഒരു ഹായ് അയച്ചു നോക്കിയാലോ? അയക്കണോ? അയച്ചേക്കാം. ഹായ്. ചേട്ടൻ എന്നെ അറിയാവോ? ഇല്ലല്ലോ, ഞാൻ വെറുതെ ഫോളോ ചെയ്തൊന്നുള്ളൂ. ആണോ? ചേട്ടൻ എന്താ ചെയ്യുന്നേ? സെക്കൻഡ് ഇയർ പഠിക്കുക. എവിടെ? MN കോളേജ്. അറിയോ? പിന്നെ അറിയാലോ. എന്റെ ഫ്രണ്ടിന്റെ വീട് അവിടെ അടുത്താ. ഓ, ഫ്രണ്ടിന്റെ പേരെന്താ? അഞ്ജന. ഒരു കേറ്റുവല്ലേ, അവിടെ വീട്. പിന്നെ വരാട്ടോ. ബൈ. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? അഞ്ജു, എനിക്ക് നിന്നെ ഇഷ്ടാടാ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ. ഇത് പറയാനാണോ എന്നോട് വിളിക്കാൻ പറഞ്ഞത്? എടാ എന്തിനാടാ എന്നോട് ദേഷ്യപ്പെടുന്നത്? എന്താന്ന് വെച്ചാ പറയാനുള്ള പറ.
എടാ അത് ആനന്ദനൊരു കോഴിയാടാ. ഞാനും അവനും മാളിൽ ഒരുമിച്ച് വർക്ക് ചെയ്താ, അതുകൊണ്ട് എനിക്കറിയാം. പറയണാളെ പിന്നെ മിസ്റ്റർ പെർഫെക്റ്റ് ആണല്ലോ. ഓ, ഇതൊക്കെ കേൾക്കുമ്പോ എനിക്കത് തിളച്ച് വരുന്നുണ്ട് അങ്ങോട്ട്. ആയിക്കോട്ടെ, അതെനിക്കറിയാം. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. ആ ചേട്ടൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് വന്ന് പറയാറുണ്ട്. എടാ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഓ, ഒരുപാട് നന്ദിയുണ്ട്. അവനോട് പോയി പണി നോക്കാൻ പറ. ഇടി സാറാ, ഞാൻ ചോദിച്ചതിന് മറുപടി പറയാടി. മോളെ അഞ്ചു, നിനക്ക് ഇഷ്ടം പോലെ വരിയല്ലേ ഇടി കിടക്കുന്നത്? ഓപ്ഷൻ എ ഒരാളെ സ്നേഹിക്കുക, ഓപ്ഷൻ ബി രണ്ടാളെ സ്നേഹിക്കുക, ഓപ്ഷൻ സി സിംഗിളായിട്ടിരിക്കുക. അഞ്ചു, മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് തീരുമാനിച്ചു? കുന്തം, നീ അവിടെ കോടീശ്വരം കളിക്കാണോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അതല്ലേ മോളൂസേ ചേച്ചി പറഞ്ഞു തന്നെ. എൻ്റെ കൊച്ച് രണ്ടുപേരെ ഇങ്ങ് സ്നേഹിച്ചോ. എന്നിട്ട് ആ 5 പേരെ കിട്ടിയ ആ ചേച്ചിയുടെ പേരെന്തായിരുന്നു കൂടി? പാഞ്ചാരി. ആ ചേച്ചിനെ പോലെ സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പൊ 2 പേരെ കിട്ടിയ നിന്നെ എന്താ പറയും? എടി എന്തോ നാടിയത്. ഞാനിവിടെ ചങ്ക എത്തിക്കുമ്പോൾ അവിടെ ഒരു തമാശ. അഞ്ചുമ്മ, നീ കരയാണോടി? ഞാൻ കരയൊന്നുമില്ല. അയ്യേ, ഈ കാര്യത്തിനാണ് കരയുന്നേ. ഇനി എന്തെല്ലാം വരാൻ കിടക്കുന്നു മോളൂസേ? കണ്ണുനീര് സംഭരിച്ചു വെക്കൂ. ഡോണ്ട് വേസ്റ്റ്. ആവശ്യം വരും. സാറാ, നിനക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. ഞാൻ ഫോൺ വെക്കാം. എടി, നിനക്ക് എന്താണ് പറ്റിയേ? ഞാൻ വെക്കാം, പിന്നെ വിളിക്കാം. എടി വെക്കല്ലേ. ഹലോ എടി. ഈ പെണ്ണ് ഫോൺ എടുക്കുന്നില്ലല്ലോ, എന്താണോ പറ്റിയ? അഞ്ചു, നീ എല്ലാവരും പോലെയല്ല. നിനക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നീയായിട്ട് ആടെ ലൈഫ് കളയരുത്. ഐ ലവ് യു അഞ്ജു. ശരിയാ, ഞാനായിട്ട് ആടെ ലൈഫ് കളയരുത്. ഹലോ. ഹലോ. എല്ലാരും എന്തിനാ എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്? എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. ബ്രോ, എന്നെ പുറകെ നടക്കണ്ട. എനിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ട. അഞ്ജു, തനിക്ക് എന്താ പറ്റിയേ? ഹലോ ഹലോ. അഞ്ജു, തനിക്ക് ഇത്രയും വിഷമമാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. താൻ കരയാണ്ടിരിക്കുക. താൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാൽ മതി. ഞാൻ ഇനി ശല്യം ചെയ്യാൻ വരില്ല. ഗുഡ് ബൈ. ബൈ ബൈ.